ക്രിസ്തുവിൽ പ്രിയരെ, ഈ ലോകത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപം എന്താണ്? നമ്മുടെ മക്കൾ. എന്നാൽ അവരെ വളർത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. മക്കളെ വളർത്തുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം എന്നിവ നൽകുന്നതിലും അപ്പുറമാണ്. നമ്മുടെ മക്കൾക്ക് നല്ല സ്വഭാവം, നല്ല ചിന്താഗതി, ദൈവഭയം, മറ്റുള്ളവരോടുള്ള സ്നേഹം എന്നിവ പഠിപ്പിച്ച് ഈ ലോകത്തിൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന മഹത്തായ യാത്രയാണ് രക്ഷാകർതൃത്വം. ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും നല്ല മാർഗനിർദ്ദേശം ലഭിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി തലമുറകളെ വഴി നടത്തിയ വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. ഇന്ന് നിങ്ങളുടെ കുട്ടികളെ ശക്തമായ വ്യക്തിത്വവും ദൈവഭയമുള്ളവരുമായി വളർത്തുവാൻ സഹായിക്കുന്ന ബൈബിളിൽ നിന്നുള്ള 10 സുവർണ രക്ഷാകർതൃത്വ പാഠങ്ങളാണ് നമ്മൾ വിശദമായി നോക്കുവാൻ പോകുന്നത്. ഈ പാഠങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തെ മാറ്റിമറിക്കും. ദയവായി ശ്രദ്ധിക്കുക. ആദ്യത്തെ പാഠം: ശിക്ഷണത്തേക്കാൾ മുമ്പ് സ്നേഹവും സ്വീകാര്യതയും നൽകുക. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആദ്യം തോന്നേണ്ടത് ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നതാണ്. ഈ സ്നേഹം നിരുപാധികമായിരിക്കണം. അതായത് അവർ നേട്ടം കൈവരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. സ്നേഹത്തിൽ പക്ഷപാതം പാടില്ല. യാക്കോബ് തൻ്റെ മകനായ യോസേഫിനോട് മാത്രം കാണിച്ച പ്രത്യേക സ്നേഹം സഹോദരങ്ങൾക്കിടയിൽ എത്രമാത്രം വിദ്വേഷം വളർത്തി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മക്കളെയും തുല്യമായി സ്നേഹിക്കുക. രണ്ടാമത്തെ പാഠം: നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയമാണ്. ഈ തിരക്കിട്ട ലോകത്ത് കുട്ടികളോടൊപ്പം ഇരിക്കുവാൻ സമയം കണ്ടെത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. എന്നാൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ട് എന്നത് അവർക്ക് തോന്നണം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നീ വീട്ടിലിരിക്കുമ്പോഴും വഴിയിൽ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവവചനങ്ങളെക്കുറിച്ച് സംസാരിക്കണം. ഇതൊരു ഔദ്യോഗിക പഠനമല്ല, മറിച്ച് നിങ്ങളുടെ ദൈനംദിന ജീവിത നിമിഷങ്ങളിൽ അവരോടൊപ്പം ചേരുക. ഫോൺ മാറ്റിവെച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ദിവസത്തെക്കുറിച്ച് ചോദിക്കുക. ഈ ചെറിയ നിമിഷങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രധാനം. മൂന്നാമത്തെ പാഠം: നിങ്ങൾ പറയുന്നതിനേക്കാൾ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നത് കാണുക. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഒരു നടക്കുന്ന പ്രസംഗം പോലെയാണ്. നിങ്ങൾ പറയുന്നതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അവർ നിങ്ങളെ ശ്രദ്ധിക്കില്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം എന്ന് വചനം പറയുന്നു. തീത്തോസ് 2-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നല്ല പ്രവർത്തികളിൽ നിങ്ങളെ തന്നെ അവർക്ക് മാതൃകയാക്കി കാട്ടുക. ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു? പ്രാർത്ഥനയിൽ നിങ്ങൾ എത്രത്തോളം വിശ്വസ്തരാണ്? നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനമായി മാറും. നാലാമത്തെ പാഠം: ശിക്ഷണം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ശിക്ഷണത്തിന്റെ ലക്ഷ്യം കുട്ടിയെ വേദനിപ്പിക്കുകയല്ല, മറിച്ച് ശരിയായ വഴിയിലേക്ക് നയിക്കലാണ്. ശിക്ഷണം എന്നത് പ്രതികാരമല്ല, വിവേകത്തോടെയുള്ള മാർഗനിർദ്ദേശമാണ്. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ബാലൻ പോകേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല. എന്നാൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. കർത്താവിന്റെ ശിക്ഷണത്തിലും പ്രബോധനത്തിലും അവരെ വളർത്തുക എന്ന് എഫേസ്യർ 6-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു. അമിതമായ കോപം, അപമാനം, നിരന്തരമായ കുറ്റപ്പെടുത്തൽ എന്നിവ കുട്ടികളെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകറ്റും. ശാന്തമായും ദൃഢമായും നിങ്ങളുടെ കുട്ടികളുടെ തെറ്റുകളെ തിരുത്തുക. 5-ാമത്തെ പാഠം: തെറ്റ് ചെയ്യുമ്പോൾ അവരോട് വേഗത്തിൽ ക്ഷമിക്കുക. നമ്മുടെ കുട്ടികൾക്ക് തെറ്റുകൾ പറ്റാം,
അപ്പോൾ ദൈവത്തിൻ്റെ ക്ഷമയുടെ ഒരു ചെറിയ രൂപം അവർ നമ്മളിൽ കാണണം. ക്ഷമിക്കുന്നത് അവരെ വീണ്ടും സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരും. കൊലോസ്യർ 3:13 ഇപ്രകാരം പറയുന്നു: കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുക. ധൂർത്തനായ മകൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പിതാവ് അവനെ സ്വീകരിച്ച ആ വലിയ സ്നേഹം ഓർക്കുക. തിരുത്തിയ ശേഷം മുൻവിധികളില്ലാതെ അവരെ വീണ്ടും ചേർത്ത് പിടിക്കുക. 6ാമത്തെ പാഠം, ഈ ലോകത്തിലെ കാര്യങ്ങൾക്കപ്പുറം ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവരെ പഠിപ്പിക്കുക. സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, ഭയം വരുമ്പോൾ എവിടെയാണ് സുരക്ഷിതത്വം കണ്ടെത്തേണ്ടത് എന്ന് അവർ അറിയണം. സദൃശവാക്യങ്ങൾ 3:5-6 ഇപ്രകാരം പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാം, അവിടുന്ന് വഴി കാണിക്കും എന്ന് അവരെ പഠിപ്പിക്കുക. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് അവർ കാണണം. അത് അവർക്ക് വലിയ ധൈര്യമാകും. 7ാമത്തെ പാഠം, അവർക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്തു വന്ന് എന്തും തുറന്നു പറയുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. നിങ്ങൾ അവരെ വിധിക്കുകയല്ല എന്ന ഉറപ്പ് അവർക്ക് എപ്പോഴും ഉണ്ടാകണം. യാക്കോബ് 1:19 ഇപ്രകാരം പറയുന്നു: കേൾക്കാൻ വേഗതയും സംസാരിക്കാൻ താമസവും കോപിക്കാൻ സാവധാനവും ഉള്ളവരായിരിക്കുക. അവർ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക. അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ലോകം അവരെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അവർക്ക് ശരിയായ ഉപദേശം ലഭിക്കേണ്ടത് മാതാപിതാക്കളായ നിങ്ങളിൽ നിന്ന് തന്നെയാണ്. 8ാമത്തെ പാഠം, നിങ്ങളുടെ സ്നേഹത്തിന് എത്താൻ കഴിയാത്ത ഇടങ്ങളിൽ പ്രാർത്ഥന അവരെ സംരക്ഷിക്കുന്നു. നിങ്ങൾ ഒരു നല്ല മാതാപിതാവായിരിക്കുന്നതിനേക്കാൾ അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നവരായിരിക്കുക. 1 തെസ്സലോനിക്കർ 5:17 ഇപ്രകാരം പറയുന്നു: ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. അവരുടെ ആരോഗ്യത്തിനായി, പഠനത്തിനായി, നല്ല സൗഹൃദങ്ങൾക്കായി, വിശ്വാസത്തിനായി ദിവസവും പ്രാർത്ഥിക്കുക. യാക്കോബിനെ പോലെ ഓരോ ദിവസവും അവർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത വഹിക്കുക. 9ാമത്തെ പാഠം, കുട്ടികൾ കർത്താവിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. അവരെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി സമർപ്പിക്കുക. അവർ നിങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെതാണ്. ഈ സത്യം നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ ആകാംക്ഷ കുറയും. സങ്കീർത്തനം 127:3 ഇപ്രകാരം പറയുന്നു: മക്കൾ കർത്താവ് നൽകുന്ന ഒരു അവകാശമാണ്, ഗർഭഫലം അവിടുത്തെ സമ്മാനവുമാണ്. ശമൂവേലിനെ ദൈവത്തിനായി സമർപ്പിച്ച ഹന്നയെ ഓർക്കുക. അവരുടെ കഴിവുകളും ഭാവിയും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക. 10ാമത്തെ പാഠം, തലമുറകൾ കൈമാറിപ്പോകുന്ന ഒരു ആത്മീയ പാരമ്പര്യം സ്ഥാപിക്കുക. നിങ്ങൾ കടന്നുപോയാലും അവർക്ക് മുറുകെ പിടിക്കുവാൻ ഒരു വിശ്വാസ പാരമ്പര്യം ഉണ്ടാക്കണം. സങ്കീർത്തനം 78:4 ഇപ്രകാരം പറയുന്നു: വരുവാനുള്ള തലമുറയോട് കർത്താവിൻ്റെ സ്തുതിയും ശക്തിയും അത്ഭുത പ്രവർത്തികളും ഞങ്ങൾ അറിയിക്കും. കുടുംബ പ്രാർത്ഥന, ബൈബിൾ വായന, ഒരുമിച്ചുള്ള സഭാരാധന, ഈ ശീലങ്ങൾ അവരുടെ ജീവിതത്തിൽ ശക്തമായ അടിത്തറ നൽകും. ഇതൊരു ക്രിസ്തീയ പാരമ്പര്യമായി അവരുടെ മക്കളിലേക്കും എത്തിച്ചേരും. ഈ പാഠങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് ബൈബിളിലെ ചില ഉദാഹരണങ്ങൾ നോക്കാം. മോശയുടെ അമ്മ ഭയം നിറഞ്ഞ സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് മകനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ധൈര്യവും മാർഗവും കണ്ടെത്തി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ പോലും വിശ്വാസം കൈവെടിയരുത്. അതുപോലെ തീമോഥെയോസിന്റെ അമ്മയും അമ്മൂമ്മയും അവർ പകർന്നു നൽകിയ അചഞ്ചലമായ വിശ്വാസം തീമോഥെയോസിനെ ഒരു വലിയ അപ്പോസ്തലനാക്കി മാറ്റി. തലമുറകളായി പകർന്നു നൽകുന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ സ്വത്ത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നെഗറ്റീവ് മാതൃകകളും ബൈബിൾ പരമായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പുരോഹിതനായ ഏലിയും മക്കളും. ഇവിടെ നാം പഠിക്കേണ്ട പാഠം,
അമിതമായ ലാളന, ശിക്ഷണം നൽകാതിരിക്കുക എന്നിവ കുട്ടികളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും കുടുംബത്തിന് നാശം വിതയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ദാവീദിന്റെ കുടുംബത്തിൽ നോക്കിയാൽ ദാവീദിന്റെ പാപങ്ങൾ അവന്റെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവന്റെ മകൻ അബ്ശാലോമിന്റെ കലാപം ഇതിന്റെ ഫലമായിരുന്നു. മാതാപിതാക്കളുടെ ജീവിതത്തിലെ മാതൃകാപരമായ കുറവുകൾ കുട്ടികളുടെ സ്വഭാവത്തിലും ഭാവനയിലും പ്രതിഫലിക്കും. നാം ശ്രദ്ധയോടെ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പാഠങ്ങൾ കേവലം അറിവായി ഒതുങ്ങരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പാരന്റിംഗ് എന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ സഹായിക്കുവാൻ ദൈവമുണ്ട്. ഓർക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെയാണ് ഏറ്റവും ആവശ്യമുള്ളത്, നിങ്ങളുടെ പണമോ സമ്മാനങ്ങളോ അല്ല. നിങ്ങൾ തികഞ്ഞ മാതാപിതാക്കളാകുവാൻ ശ്രമിക്കേണ്ടതില്ല. പകരം ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വസ്തരായ മാതാപിതാക്കളാകാൻ ശ്രമിക്കുക. നമുക്ക് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ 10 പാഠങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ മുദ്ര കുത്തേണമേ. ഞങ്ങൾക്ക് ക്ഷമ, വിവേകം, സ്നേഹം, ശാന്തത എന്നിവ നൽകണമേ. അങ്ങനെ ഈ കുട്ടികളെ അങ്ങയുടെ വഴികളിൽ നയിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണം. അവരുടെ ഭാവി ജീവിതവും സൗഹൃദങ്ങളും ഓരോ തിരഞ്ഞെടുപ്പുകളും അങ്ങയുടെ സംരക്ഷണത്തിൽ ആയിരിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും അവരെ കാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.